ഹലോ എവ്രിവൺ, ലെക്സ് ടു സി പ്ലസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീഗൽ ടോപ്പിക്സ് ആണ്. സോ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർമീഡിയറീസ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്നതിനെ കുറിച്ചാണ്. സോ ഇത് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. An intermediary is an internet service provider which provides its platform for selling any goods or services or providing any service relating to an electronic record or communication. എന്താണെന്ന് വെച്ചാൽ ഇന്റർമീഡിയറീസ് എന്ന് ഉദ്ദേശിക്കുന്ന ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനെയാണ്. അതിന്റെ പ്ലാറ്റ്ഫോം എന്തിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സെല്ലിംഗ് പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് റെക്കോർഡ് ഓർ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെയാണ് ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. അടുത്തത് the issue of whether an internet intermediary such as an internet service provider can be held liable for the content transmitted or posted through its services is a very important issue. ഇതെന്താന്ന് വെച്ചാൽ ഒരു ഇന്റർമീഡിയറിയിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കണ്ടന്റ്സിന് ഈ ഇന്റർമീഡിയറി ലയബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. The view in US is that an ISP is a passive service much like a telephone company and cannot be held liable for the content transmitted through its server, but this was subject to certain conditions. ഇതെന്താന്ന് വെച്ചാൽ യുഎസിലെ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ ഒരു ഇന്റർമീഡിയറി ഒരു പാസീവ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ലൈക്ക് എ ടെലിഫോൺ കമ്പനി. അതായത് ഇന്റർമീഡിയറീസിലൂടെ പാസ് ചെയ്യുന്ന കണ്ടന്റ്സിന് ഒരിക്കലും ഇന്റർമീഡിയറീസ് ലയബിൾ ആയിരിക്കില്ല. അതാണ് യുഎസിലെ കൺസെപ്റ്റ്. Under the Information Technology Act 2000, Section 2 Clause 1 Subclause W defines an intermediary as any person who on behalf of another person receives, stores, transmits a record or provides any service with respect to that record and includes telecom service providers, internet service providers, web hosting service providers, search engines, online payment site, online auction sites, etc. അതായത് IT Act 2000 സെക്ഷൻ 2 Clause 1 Subclause W ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞ ടേം ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഇന്റർമീഡിയറീസ് എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ബിഹാഫിൽ ഏതെങ്കിലും ഒരു റെക്കോർഡ് സ്റ്റോർ ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ റെക്കോർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ അത്തരം പേഴ്സൺസിനെയാണ് ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ടേമിനകത്ത് ഇൻക്ലൂഡ് ആകുന്നത് ആരൊക്കെ എന്ന് പറയുന്നുണ്ട്. അതായത് ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ്, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്, വെബ് ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡേഴ്സ്, സെർച്ച് എഞ്ചിൻസ്, ഓൺലൈൻ പേയ്മെന്റ് സൈറ്റ്, ഓൺലൈൻ ഓപ്ഷൻ സൈറ്റ്, ഇങ്ങനെയുള്ള പേഴ്സൺസ് എല്ലാം ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞ ഒരു ടേമിനകത്ത് ഉൾപ്പെടുന്നവരാണ്. അടുത്തത് does it includes any website that facilitates and brings together ടു ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ്. അതായത് ഏതൊരു വെബ്സൈറ്റും രണ്ട് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പിനെ ഒരുമിച്ച് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഏതൊരു വെബ്സൈറ്റും ഇന്റർമീഡിയറീസ് എന്ന് അറിയപ്പെടും. അടുത്തത് ബിഫോർ IT Amendment Act 2000, an intermediary was defined with respect to an electronic message, but this was a narrow definition as compared to the present definition, which has broadened the scope and ambit of the term intermediary. അതായത് IT അമെൻമെന്റ് ആക്ടിന് മുന്നേ ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞ ടേം ഡിഫൈൻ ചെയ്തിരുന്നത് ഇലക്ട്രോണിക് മെസ്സേജിന്റെ ബേസിസിലായിരുന്നു. പക്ഷെ ഇതൊരു നാരോ ഡെഫിനിഷൻ ആണ് കമ്പയർഡ് ടു ദി പ്രസന്റ് ഡേ ഡെഫിനിഷൻ. ഇപ്പോഴത്തെ ഡെഫിനിഷൻ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നാരോ ഡെഫിനിഷൻ ആണ്. ഇപ്പോഴത്തെ ഡെഫിനിഷൻ ആണ് ഈ ഒരു ടേമിന്റെ സ്കോപ്പും ആംബിറ്റും ഒക്കെ ബ്രോഡൻ ചെയ്ത ഒരു ഡെഫിനിഷൻ എന്ന് പറയും. India, Section 79 of the IT Act 2000 specifically deals with the issue of liability of intermediaries. അതായത് IT Act Section 79 അകത്താണ് liabilities of intermediaries പറ്റി ഡിഫൈൻ ചെയ്യുന്നത്. And it states that an intermediary is not liable for any third-party information, data or communication link made available or hosted by. അതായത് ഒരു ഇന്റർമീഡിയറി അവൈലബിൾ ആക്കിയതോ അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്തതോ ആയ ഒരു തേർഡ് പാർട്ടി ഇൻഫോർമേഷൻ, ഡേറ്റ ഓർ കമ്മ്യൂണിക്കേഷൻ ലിങ്കിന് അത് ലയബിൾ ആയിരിക്കില്ല. അതാണ് ഈ സെക്ഷനകത്ത് പറയുന്നത്. ഫർദർ ആയിട്ട് സെക്ഷൻ നോക്കുമ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 79 Clause 2 ഓഫ് ദി IT Act 2000, an intermediary is not liable if its only role is to provide access to a communication system over which information is posted by the third party and transmitted or temporarily stored or hosted. അതായത് ഒരു ഇന്റർമീഡിയറിയുടെ
റോൾ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്കുള്ള ആക്സസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് മാത്രമാണ്. ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ ആയിരിക്കണം തേർഡ് പാർട്ടി അവരുടെ ഇൻഫോർമേഷൻ പോസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതോ ടെമ്പററി സ്റ്റോർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്നതോ. ഓക്കെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് ആക്സസ് പ്രൊവൈഡ് ചെയ്തു എന്നൊരു റോള് മാത്രമേ ഇന്റർമീഡിയറി ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ ഒരു ഇന്റർമീഡിയറി ലയബിൾ ആയിരിക്കില്ല. Further, the section provides that an intermediary is not liable if it neither initiates the transmissions nor select the recipients and select or change the information contained in the message which is transmitted. അതായത് ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഇന്റർമീഡിയറി ലയബിൾ ആയിരിക്കില്ല എപ്പോഴൊക്കെയെന്ന് വെച്ചാൽ അവരെ ആ ഒരു ട്രാൻസ്മിഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നുമില്ല, അതുപോലെ തന്നെ റെസിപ്പിയൻസിനെ സെലക്ടും ചെയ്യുന്നില്ല, പിന്നെ ആ ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജിൽ ഇൻഫോർമേഷനും ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു ഇന്റർമീഡിയറി കറസ്പോണ്ടിങ് ഇന്റർമീഡിയറി ഒരിക്കലും ലയബിൾ ആയിരിക്കില്ല. ഈ ഒരു മെസ്സേജസ് മൂലം ഒരിക്കലും ലയബിൾ ആയിരിക്കില്ല എന്നാണ് സെക്ഷൻ 79 ക്ലോസ് 2 പറയുന്നത്. അടുത്ത സെക്ഷൻ 79 ക്ലോസ് 3 ഓഫ് ദി ആക്ട് prescribes the conditions when an intermediary is liable for third-party information. An intermediary is liable for third-party information if it conspires or abets or aids or induces through threat or promises or authorized to commit an unlawful act. അതായത് സെക്ഷൻ 79 ക്ലോസ് 3 ഇന്റർമീഡിയറീസ് ലയബിൾ ആകുന്ന കണ്ടീഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഇന്റർമീഡിയറി ലയബിൾ ആകും എപ്പോഴൊക്കെയെന്ന് ചോദിച്ചാൽ ഒരു തേർഡ് പാർട്ടി ഇൻഫോർമേഷനിലൂടെ ഒരു അൺലോഫുൾ ആക്ട് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി കോൺസ്പയർ ചെയ്യുകയോ അബക്ട് ചെയ്യുകയോ എയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ത്രെറ്റ് ഭീഷണിയിലൂടെയോ അല്ലെങ്കിൽ കോമിസസിലൂടെയോ ഇൻഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർമീഡിയറീസ് ഇത്തരം എന്താ പറയാ തേർഡ് പാർട്ടി ഇൻഫോർമേഷൻസിന് ലയബിൾ ആയിരിക്കും. This section also provides that an intermediary is liable if on receiving actual knowledge or receiving a notice from the government or its agency that any information, data or communication link residing in or connected to a computer resource which is managed by an intermediary is being used to commit an illegal act and the intermediary thereafter doesn't take necessary step in order to remove them. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഇത് സെക്ഷൻ 79 ക്ലോസ് 3 ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു ഇന്റർമീഡിയറിക്ക് ഒരു നോളജ് കിട്ടുകയാണ്, അതായത് അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വഴി ഒരു ഇല്ലീഗൽ ആക്ട് നടക്കുന്നുണ്ട് എന്നൊരു ഇൻഫോർമേഷൻ ലഭിച്ചിട്ടും അതിപ്പം എന്താ നോട്ടീസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നോട്ടീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി വഴിയുള്ള നോട്ടീസോ ആണെങ്കിൽ കൂടി എന്നിട്ടും ഈ ഒരു ഇൻഫോർമേഷൻ ലഭിച്ചിട്ടും നമ്മുടെ ഇന്റർമീഡിയറി റീസണബിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും എടുത്തില്ല, ഇത്തരം ഇൻഫോർമേഷൻസ് റിമൂവ് ചെയ്യാൻ വേണ്ട നടപടികളൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിന് ഈ ഇന്റർമീഡിയറി ലയബിൾ ആക്കാവുന്നതാണ്. അടുത്തത് In exercise of powers conferred by Section 87 Clause 2, Subclause ZG and Section 79 Clause 2 of IT Act 2000, the central government made the Information Technology Intermediaries Guidelines Rules 2011. അതായത് IT ആക്ടിലെ സെക്ഷൻ 87 ക്ലോസ് 2 സബ് ക്ലോസ് ZGയും സെക്ഷൻ 79 ക്ലോസ് 2 എന്ന് പറഞ്ഞ ഈ രണ്ട് സെക്ഷൻസ് പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ ഇൻഫോർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറീസ് ഗൈഡ് ലൈൻസ് റൂൾസ് 2011 എന്ന് പറയുന്ന കുറച്ച് റൂൾസ് ഇനാക്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇന്റർമീഡിയറീസ് അവരുടെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു റൂൾസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അത് ഈ സെക്ഷൻസ് പ്രകാരമാണ് സെൻട്രൽ ഗവൺമെന്റ് ഇനാക്ട് ചെയ്തിരിക്കുന്നത്. As per the rules, the intermediary shall observe due diligence while discharging its duties. അതായത് ഈ ഒരു റൂൾസ് പ്രകാരം ഇന്റർമീഡിയറീസ് കൃത്യമായ ശ്രദ്ധ പുലർത്തണം. എപ്പോഴും അവരുടെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കൃത്യമായ ശ്രദ്ധ പുലർത്തണം എന്നാണ് ഈ റൂൾസ് പ്രകാരം പറയുന്നത്. ആൻഡ് ഓൾസോ it should publish rules and regulations, privacy policies and user agreement for access or usage, and should inform the users not to host, display, upload, modify, publish or share any information
that belongs to another person which is unlawful in nature or harm minors or infringes any proprietary rights or violates any law in force or impersonates any other person or threatens the unity, integrity and security of the nation. അതായത് ഈ ഇന്റർമീഡിയറീസ് അതായത് ഈ റൂൾസ് പറയുന്നുണ്ട്. ഇന്റർമീഡിയറീസ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ പ്രൈവസി പോളിസീസ്, യൂസർ അഗ്രിമെന്റ്, ആക്സസിനും യൂസേജിനും വേണ്ടിയിട്ടുള്ള യൂസർ അഗ്രിമെന്റ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിരിക്കണമെന്നും അതുപോലെ തന്നെ അവരുടെ യൂസേഴ്സിനെ ഇൻഫോം ചെയ്തിരിക്കണം. നോട്ട് ടു എന്താണ് ഇൻഫോം ചെയ്യേണ്ടത്? നോട്ട് ടു ഹോസ്റ്റ്, ഡിസ്പ്ലേ ഓർ അപ്ലോഡ്, മോഡിഫൈ, പബ്ലിഷ് ഓർ ഷെയർ എനി ഇൻഫോർമേഷൻ. ഇതൊന്നും മറ്റൊരു പേഴ്സണെ സംബന്ധിക്കുന്നത്, മറ്റൊരു പേഴ്സന്റേതോ അല്ലെങ്കിൽ ആ മറ്റൊരു പേഴ്സണിനെ സംബന്ധിക്കുന്നതായ ഇൻഫോർമേഷൻസ് വിച്ച് ഈസ് അൺലോഫുൾ ഇൻ നേച്ചർ, അൺലോഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, അൺലോഫുൾ നേച്ചറിലുള്ള ഇൻഫോർമേഷൻസ് ഹോസ്റ്റ് ചെയ്യുകയോ ഡിസ്പ്ലേ ചെയ്യുകയോ അപ്ലോഡ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ എന്നൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അവരുടെ യൂസേഴ്സിനെ ഇൻഫോം ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ ഇൻഫോർമേഷൻസ് മൈനേഴ്സിനെ ഹാം ചെയ്യുന്നതായിരിക്കാൻ പാടില്ല. അതുപോലെ ഏതെങ്കിലും ഒരു പ്രൊപ്രൈറ്ററി റൈറ്റ്സിനെ ഇൻഫ്രിഞ്ച് ചെയ്യുന്നതായിരിക്കാൻ പാടില്ല. അതുപോലെ ഏതെങ്കിലും ഒരു ലോ, അതായത് ഫോഴ്സിലുള്ള ഏതെങ്കിലും ഒരു ലോ, ഇപ്പൊ നിലവിലുള്ള ഏതെങ്കിലും ഒരു ലോ വയലേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പേഴ്സണെ ഇംപേഴ്സണേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ നേഷന്റെ യൂണിറ്റി, ഇന്റഗ്രിറ്റി, സെക്യൂരിറ്റി, സുരക്ഷയ്ക്കും ഇന്റഗ്രിറ്റിക്കും ഒക്കെ ഭീഷണിയായ ഒരു ഇൻഫോർമേഷനും ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ ഒന്നും പാടില്ല എന്ന് നമ്മുടെ യൂസേഴ്സിനെ ഇന്റർമീഡിയറി ഇൻഫോം ചെയ്തിരിക്കണം. The intermediaries should act within 36 hours upon obtaining any information of conducting any unlawful act as aforesaid. അതായത് ഏതെങ്കിലും ഒരു അൺലോഫുൾ ആക്ടിന്റെ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫോർമേഷൻ ഇന്റർമീഡിയറിക്ക് ലഭിച്ച് 36 മണിക്കൂറിനുള്ളിൽ ഈ ഇന്റർമീഡിയറി ആക്ഷൻ എടുത്തിരിക്കണം എന്നാണ് ഈ റൂൾസിനകത്ത് പറയുന്നത്. അതുപോലെ it should also inform the users that in case of non-compliance of rules and regulations, it has the right to terminate the access or usage to the users and shall remove the content causing such violations. അതായത് ഈ ഇന്റർമീഡിയറീസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുവാണെങ്കിൽ നമ്മുടെ യൂസേഴ്സിനുള്ള ആക്സസും അല്ലെങ്കിൽ യൂസേജോ ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഇന്റർമീഡിയറീസിനുണ്ട് എന്ന് യൂസേഴ്സിനെ നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിരിക്കണം. അതുപോലെ ഈ നോൺ കോംപ്ലിയൻസിന് കാരണമായ കണ്ടന്റ് റിമൂവ് ചെയ്യാനും ഈ ഇന്റർമീഡിയറീസിന് റൈറ്റ് ഉണ്ട് എന്ന് യൂസേഴ്സിനെ ഇൻഫോം ചെയ്തിരിക്കണം. അതുപോലെ the intermediaries should strictly follow the provisions of the act and any other laws for the time being in force. അതായത് ഇന്റർമീഡിയറീസ് നമ്മുടെ IT ആക്ട് 2000 അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ലോസ് ഫോർ ദ ടൈം, ഈ നിലവിലുള്ള ഫോഴ്സിലുള്ള ഏതെങ്കിലും ലോസ്, ഇനി ഈ സൈബർ ഇൻസിഡൻസുമായിട്ട് കണക്ഷൻ വരുന്ന ഏതെങ്കിലും ലോസ്, ആ ലോസും അതിന്റെ പ്രൊവിഷൻസും ഒക്കെ ഇന്റർമീഡിയറീസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം എന്നാണ് റൂൾസിനകത്ത് പറയുന്നത്. And it shall also assist the authorities for investigation purposes if required, and also share the cyber security incidents information with the certain, അതായത് ഇന്റർമീഡിയറീസിന് ഇൻവെസ്റ്റിഗേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് അതോറിറ്റീസിനെ അസിസ്റ്റ് ചെയ്യാവുന്നതാണ് ആവശ്യമെങ്കിൽ. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസ് ഒക്കെ സെർട്ടിനുമായിട്ട് ഷെയർ ചെയ്യാനും ഈ പറഞ്ഞ ഇന്റർമീഡിയറീസിന് സാധിക്കും. ഈ സെർട്ടിൻ എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന നോഡൽ ഏജൻസിയാണ്. നമ്മുടെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയാണ് സെർട്ടിൻ, അതാണ് IN എന്ന് പറഞ്ഞിരിക്കുന്നത്, സെർട്ടിൻ. അതുപോലെ the rule also provides for registration of cyber cafes and other measures to be taken by them while providing services. ഈ റൂൾസ് ഓൾറെഡി പറയുന്നുണ്ട് സൈബർ കഫേസിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അതുപോലെ തന്നെ സൈബർ കഫേസ് അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എടുക്കേണ്ട മെഷേഴ്സ് എന്തൊക്കെ എന്നും ഈ പറഞ്ഞ റൂൾസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്.
അടുത്ത ഒരു കൺക്ലൂഷൻ പോലെയാണ്. ഇന്റർമീഡിയറീസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ എക്കണോമി, ഫെസിലിറ്റേറ്റിംഗ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആൻഡ് കണക്ടിംഗ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അതായത് ഇന്റർമീഡിയറീസിന് നമ്മുടെ എക്കണോമിയിൽ ഒരു വൈറ്റൽ റോള് തന്നെയുണ്ട്. ഫെസിലിറ്റേറ്റിംഗ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആൻഡ് കണക്ടിംഗ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, and they can be active or passive participants in commercial transactions. Active or passive participants ആകാം commercial transactions, and therefore it is important to regulate rules and guidelines for accessing and using intermediaries, as there are a lot of chances and possibilities of commissions of unlawful activities through them. അതായത് ഈ ഇത്തരം വൈറ്റൽ റോളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്റർമീഡിയറീസിലൂടെ അൺലോഫുൾ ആക്ടിവിറ്റീസ് നടക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവരുടെ യൂസേജസിനും ആക്സസിനും വേണ്ട റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് റെഗുലേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. താങ്ക് യു.